ഷെർലക് ഹോംസ്. ഈ പേര് കേൾക്കാത്ത ആരും നമ്മുടെ ഇടയിലുണ്ടാവില്ല, അല്ലേ? ഒരുപാട് പേര് ഷെർലക് ഹോംസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ വായന ആരംഭിക്കുന്ന കാലത്ത്, കുട്ടിക്കാലത്ത് തന്നെ ആദ്യമായിട്ട് വായിച്ചിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലുകൾ ഈ ഷെർലക് ഹോംസിൻ്റെയാണ്. സർ ആർത്തർ കോനൻ ഡോയൽ എഴുതിയത്. ഇൻഫാക്റ്റ് ഈ ഷെർലക് ഹോംസ് പറയുന്ന ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത് 800-കളിലാണ്. ഓൾമോസ്റ്റ് അത്രയും പഴയ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്ററെക്കാളും എത്രയോ മുകളിലാണ്. അതായത് ആർത്തർ കോനൻ ഡോയൽ സൃഷ്ടിച്ചൊരു കഥാപാത്രമാണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഷെർലക് ഹോംസ് ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഷെർലക് ഹോംസിനെ ആരാണ് സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ പലർക്കും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ റൈറ്ററെക്കാളും വളർന്ന ഒരു കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറേ കാലങ്ങളായിട്ട് 200 അതിൽ കൂടുതലോ കൊല്ലങ്ങളായിട്ട് ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. 2000-ൽ BBC ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരികയാണ്. ഈ ഷെർലക് ഹോംസിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് ചെയ്യണം. പക്ഷെ അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഈ ഷെർലക് ഹോംസ് എന്ന് ഭയങ്കര ഒരു വിക്ടോറിയൻ ഐക്കോണിക് ക്യാരക്ടറാണ്. അപ്പോൾ അറിയാലോ, 800-കളിൽ ജീവിച്ചിരുന്ന, അന്നത്തെ സമൂഹമായിട്ട് ഇടപെട്ടിരുന്ന, അന്നത്തെ ചില സ്വഭാവ സവിശേഷതകളുള്ള ഒരു ക്യാരക്ടറാണ് ഷെർലക് ഹോംസ്. അങ്ങനെ ഒരാളെ 2000-ൽ എങ്ങനെ കൊണ്ടുവരും? പിന്നെ ഷെർലക് ഹോംസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലണ്ടനാണ്, അല്ലെങ്കിൽ UK ലണ്ടൻ, അവിടെയാണ് ഷെർലക് ഹോംസിൻ്റെ കഥകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരു മോഡേൺ ഡേ ഷെർലക് ഹോംസിനെ ബിൽഡ് ചെയ്യുമ്പോൾ അത് ലണ്ടനിൽ തന്നെ വേണം. പക്ഷേ മോഡേൺ ഡേ ലണ്ടനിൽ എങ്ങനെ ഷെർലക് ഹോംസ് അവതരിക്കും? ഇതായിരുന്നു BBC ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്. മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത് പരിശ്രമിച്ചിട്ടുണ്ട് ഷെർലക് ഹോംസിനെ പല രീതിയിൽ ഈ പറയുന്ന പോലെ പോർട്രേ ചെയ്യാൻ. പലരും വിജയിച്ചു, പലരും പരാജയപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയിൽ, ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയിൽ, ധ്യാനിൻ്റെ വീട് ശ്രദ്ധിച്ചറിയാം. വീടിൻ്റെ അഡ്രസ്സ് 221B എന്നാണ്. ഈ 221B ബേക്കർ സ്ട്രീറ്റ് എന്നുള്ളത് ഷെർലക് ഹോംസിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ബേക്കർ സ്ട്രീറ്റിലെ 221B. ഇന്നും ആയിരക്കണക്കിന് കത്തുകളാണ് ഈ അഡ്രസ്സിൽ ഷെർലക് ഹോംസിനെ തിരഞ്ഞു വരുന്നത്. ആലോചിച്ച് നോക്കൂ, 200-ഓളം കൊല്ലം മുമ്പേ ഒരാൾ എഴുതി വിട്ട ഒരു കഥാപാത്രത്തിന് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കേസുകൾ സോൾവ് ചെയ്യാൻ കത്തുകൾ കിട്ടുക. അപ്പോൾ അതാണ് ആ കഥാപാത്രത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രത്തിനെ ഒരു മോഡേൺ ഡേ എൻവയോൺമെൻറ്റിൽ എങ്ങനെ ഒരു സീരീസ് ആയിട്ട് ബിൽഡ് ചെയ്യും? ഇതായിരുന്നു BBC അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രോബ്ലം. അവരതിന് സൊല്യൂഷൻ കണ്ടെത്തി. ഷെർലക് എന്ന് പറയുന്ന സീരീസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റീവൻ മൊഫ, മാർക്ക് ഗാറ്റിഷ് എന്ന് പറയുന്ന 2 ആൾക്കാർ ചേർന്നിട്ടാണ് ഈ ഷോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ദി ഐക്കോണിക് ഷെർലക് ഹോംസ് ആയിട്ട് ബെനഡിക്ട് കുംബർബാച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ ഡോക്ടർ വാട്സൺ ആയിട്ട് മാർട്ടിൻ ഫ്രീമാനും. 2 ആൾക്കാരും വൺ ഓഫ് ദി ഫൈനസ്റ്റ് ബ്രിട്ടീഷ് ആക്ടേഴ്സാണ്. അപ്പോൾ ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ നിങ്ങൾ ഷെർലക് ഹോംസ് കഥകൾ ഒട്ടും വായിക്കാത്ത ഒരാളാണെങ്കിലും ഈ സീരീസ് തറവായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ്, തെളിവുകൾ കണ്ടുപിടിക്കുന്നു, കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നു, ഭയങ്കര ഹൈ പേസ്ഡ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീരീസാണ്. ഇതിന് 4 സീസൺസാണുള്ളത്. 4ഉം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അതിനുശേഷം 2017 തോന്നുന്നു BBC ഈ സീരീസ് സ്റ്റോപ്പ് ചെയ്യാണ്. നേരെ മറിച്ച് നിങ്ങൾ ഷെർലക് ഹോംസിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സീരീസിനെ കൂടുതൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. അതിനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ, പല ഹോംസിൻ്റെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ആൾ ഒരു ഹൈ ഫങ്ഷനിങ് സോഷ്യോപാത്താണ് ഹു ലാക്സ് എംപതി. അതാണ് പുള്ളിയുടെ ഡെഫിനേഷൻ. അതായത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, പക്ഷേ എംപതി എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. അപ്പോൾ സെയിം ക്യാരക്ടറാണ് ഇതിൽ ബെനഡിക്ട് പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷെർലക് ഹോംസിന്, മോഡേൺ ഡേ ഷെർലക് ഹോംസിന് മോഡേൺ ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. GPS, മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ, ഇതെല്ലാം അവൈലബിൾ ആണ്. കാരണം ലണ്ടനിലാണല്ലോ ജീവിക്കുന്നത് 2000-ൽ. അറ്റ് ദ സെയിം ടൈം അവർ പഴയ ഒറിജിനൽ ഷെർലക് ഹോംസിൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഹോംസിന് ടെൻഷൻ വരുമ്പോൾ വയലിൻ വായിക്കും. ഇതിൽ സെയിം സംഭവങ്ങളുണ്ട്. അതുപോലെ ഭയങ്കര കൊക്കെയിൻ അഡിക്റ്റാണ്. അത് സെയിം സംഭവം ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ആൾക്കാരെ പ്രൊഫൈൽ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ദി ആർട്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയും. അയാളുടെ രൂപം, അയാളുടെ ഷൂസിലെ ചളി, ഇതൊക്കെ വെച്ചിട്ട് അയാൾ ഏത് വഴി കൂടെ വന്നു, ഏത് ഭാഗത്ത് ജീവിക്കുന്നതാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആർട്ട് ഓഫ് ഡിഡക്ഷൻ, അതൊക്കെ അതേപോലെ ഇതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഇതിൽ ആദ്യത്തെ എപ്പിസോഡിൽ വാട്സനെ ആദ്യമായിട്ട് ഷെർലക്ക് കാണുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഒരു ഡിഡക്ഷൻ്റെ ഒരു സീനുണ്ട്. അത് സൂപ്പറാണ്. അതായത് ഈ ഷെർലക് ഹോംസ് ആദ്യമായിട്ട് വാട്സനെ കാണുമ്പോൾ പറയുന്നുണ്ട്, വാട്സൺ അഫ്ഗാനിസ്ഥാനിലെ വാർ വെറ്ററനാണ്, ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. വാട്സൺ ആകെ അന്തം വിടുന്നുണ്ട്. കാരണം
ഒരു വാക്ക് പോലും സംസാരിക്കാതെ എങ്ങനെ കിട്ടി? അപ്പോൾ അതാണ് ആർട്ട് ഓഫ് ഡിഡക്ഷൻ ഷെർലക് ഹോംസിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതെല്ലാം വളരെ ആ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു മോഡേൺ ഡേ വേൾഡിൽ ഷെർലക് ഹോംസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഷെർലക് ഹോംസ് കഥകൾ വായിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ചില എപ്പിസോഡുകളുടെ പേരും അതുപോലെ കഥകളും വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഹൗണ്ട് ഓഫ് ബാസ്കർവിൽസിലെ വേട്ടനായ എന്ന് പറയുന്ന ഒറിജിനൽ ഷെർലക് ഹോംസ് സ്റ്റോറിയാണ്. അത് അതേപോലെ ഇതിൽ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റിലും അത് തന്നെയാണ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദി സൈൻ ഓഫ് 4 എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനെ സൈൻ ഓഫ് 3 എന്നാക്കിയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. എ സ്റ്റഡി ഇൻ സ്കാർലെറ്റ് ഉണ്ട്. അത് ഇതിൽ എ സ്റ്റഡി ഇൻ പിങ്ക് എന്ന പേരിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എ സ്കാൻഡൽ ഇൻ ബൾഗേറിയ, അങ്ങനെ ഒരുപാട് ഒറിജിനൽ സ്റ്റോറീസ് അതേപോലെ എന്നാൽ മോഡേൺ ഡേയിലേക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ എല്ലാം അതേപോലെ ഇതിലേക്ക് ടെലിപോർട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നും. അതായത് അവരുടെ ആ ഒരു എന്താ പറയുക, ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ അവർ മോഡേൺ ഡേയിൽ വരുന്നുണ്ട്. ഈ ഷെർലക് ഹോംസിനെ തോൽപ്പിച്ച ഒരു സ്ത്രീ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. ഐറീൻ ആഡ്ലർ എന്ന് പറയുന്ന സ്ത്രീയാണ്. തോൽപ്പിക്കുക ഇൻ ദ സെൻസ് ആ കേസിൽ ഷെർലക് ഹോംസ് തോറ്റു പോവുകയാണ്. അപ്പോൾ ഈ ഐറീൻ ആഡ്ലർ ഈ ഷെർലക് സീരീസിലും അഭിനയിക്കുന്നുണ്ട് ഒരു കഥയിൽ. അതേ സ്റ്റോറിയാണ്, പഴയ സ്റ്റോറി, പക്ഷേ വിത്ത് സം മോഡേൺ ടച്ച്. അതുപോലെ ഈ പറയുന്ന പോലെ ഷെർലക് ഹോംസിൻ്റെ ബ്രദർ ഉണ്ട്, മൈക്രോഫ്റ്റ് ഹോംസ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഷെർലക് ഹോംസിൻ്റെ ആർച്ച് എനിമി. ഹോംസ് എന്ന് പറഞ്ഞാൽ ഹോംസിന് ഇക്വലൻ്റായി നിൽക്കുന്ന, ഹോംസിന് എന്നും ത്രെട്ടായി നിൽക്കുന്ന ഹോംസിൻ്റെ ആർച്ച് എനിമിയാണ് പ്രൊഫസർ മൊറിയാർട്ടി. ഈ മൊറിയാർട്ടിയെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സീരീസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ആൻഡ്രൂ സ്കോട്ട് എന്ന് പറയുന്ന ആക്ടറാണ് പ്രൊഫസർ മൊറിയാർട്ടിയെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ ഈ എന്താ പറയുക, ഷെർലക് ഹോംസിൻ്റെ കഥകൾ വായിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും, ഈ മൊറിയാർട്ടി എന്ന് പറയുന്ന ആളെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഷെർലക് ഹോംസ് ഒരു 40കളിലൊക്കെ ഉള്ള ഒരാളാണ്. ഈ മൊറിയാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു 60 വയസ്സൊക്കെ ഉള്ള ഒരു പ്രൊഫസർ മൊറിയാർട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു വിലനസ് ക്യാരക്ടർ, അതാണ് മൊറിയാർട്ടി. അപ്പോൾ ഇതിൽ പല എപ്പിസോഡുകളിലും മൊറിയാർട്ടി വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യേ, കാരണം ഈ മൊറിയാർട്ടിയെ പോർട്രേ ചെയ്തിരിക്കുന്ന ആക്ടർ ഒരു 30s അതായത് ഒരു പയ്യനെ പോലെ നമുക്ക് തോന്നുക. അയ്യേ, ഇതാണോ മൊറിയാർട്ടി, ഇത് ഇവരാകെ കൊളാക്കിയല്ലോ. പക്ഷേ പോകെ ആ ആക്ടർ ആ പ്രൊഫസർ മൊറിയാർട്ടി എന്നുള്ള നമ്മുടെ ആ കൺസെപ്റ്റിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കറക്റ്റ് അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു 2-3 തവണ ആക്ടറെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെയാണ് മൊറിയാർട്ടിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഇയാൾക്കുണ്ട്, ഇയാളല്ലാതെ വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അതൊരു 4-5 എപ്പിസോഡിൽ ഈ പ്രൊഫസർ മൊറിയാർട്ടി വന്നു പോകുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആൻഡ്രൂ സ്കോട്ട് അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഈ ഷെർലക് ഹോംസ് കാണാത്ത ഒരാളാണെങ്കിലും ഇതിൽ ഓരോ എപ്പിസോഡുകളും അത്രയും ഹൈ ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ ഡ്രാമ ത്രില്ലേഴ്സാണ്. സ്വാഭാവികമായിട്ട് ഒരു കുറ്റകൃത്യം നടക്കുന്നത് തെളിയിക്കുക, അതാണല്ലോ ഷെർലക് ഹോംസിൻ്റെ ഒരു നാച്ചുറൽ വേ ഓഫ് എക്സിക്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറായിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന ഈ 4 സീസണും ഒരു 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഡേവിഡ് അർണോൾഡും മൈക്കൽ പ്രൈസും കൂടിയാണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് വളരെ ഐക്കോണിക്കാണ്. ഒരു പീസ് ഉണ്ട്, അത് കുറച്ചു കാലമൊക്കെ ഞാൻ റിംഗ് ടോൺ ആയിട്ട് വെച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഈ സീരീസ് കാണാത്തവർക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റില്ല. വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു പീസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെങ്കിൽ ഈ പറയുന്ന പോലെ ജോൺ ലോക്ക് തിയറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ഫാൻസ് ഈ സീരീസ് BBC എയർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് റിസപ്ഷൻ കിട്ടി, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, ക്രിട്ടിക്കലി അക്ലൈംഡ് ആയി, വേൾഡ് വൈഡ് ഒരു ഫാൻ ഫോളോയിങ് ഫിനോമിന നടന്നു. അപ്പോൾ ഒരു ഫാൻ തിയറി വന്നു. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും ഗേ പാർട്ട്നേഴ്സ് ആണോ? അങ്ങനെ യാതൊരു പ്രൂഫും ഇല്ല. ഇൻഫാക്ട് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. പക്ഷേ ഒരു ഫാൻ തിയറി അങ്ങനെയാണല്ലോ, ഒരു ഫാൻ തിയറി വന്നു. അപ്പോൾ അതാണ് ഈ പറയുന്ന പോലെ ഷെർലക് ഹോംസും വാട്സണും തമ്മിലൊരു ഗേ പാർട്ട്നേഴ്സ് ആണെന്നുള്ള രീതിയിൽ കുറച്ച് തിയറീസ് വന്നു. അതിനെ ബേസ് ചെയ്ത് കുറേ കോൺസ്പിറസി തിയറീസ് വന്നു അതിന് ശേഷം. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഫാൻ ഫോളോയിങ് ഉണ്ട്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇനിയിപ്പോൾ ഈ സീരീസിൽ എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നോ, എങ്ങനെ അത് പറയേണ്ടതെന്ന് അറിയില്ല, 2 കാര്യങ്ങളുണ്ട്. അതുകൂടി പറയാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ വാട്സൻ്റെ വൈഫുണ്ട്, മിസ്സസ് വാട്സൺ, അതായത് ഡോക്ടർ വാട്സൻ്റെ വൈഫ്. അപ്പോൾ ഒറിജിനൽ ഷെർലക് ഹോംസ് സ്റ്റോറീസിലൊക്കെ ഈ വാട്സൻ്റെ വൈഫിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. വാട്സനെ ഹെൽപ്പ് ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അവരെ വളരെ ഒരു സട്ടിലായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അവർ ഒരുപാട് ക്യാരക്ടർ സ്പേസ് ഒന്നും അവർക്കില്ല. ഈ BBC യുടെ ഷെർലക് സീരീസിൽ അവർക്കൊരു ഹ്യൂജ് ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്.
അതായത് അവരിങ്ങോട്ട് ഇവോൾവായി ഷെർലക് ഹോംസിനേക്കാളും വലിയ സംഭവമായി മാറും കുറച്ച് കഴിയുമ്പോൾ. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇവോൾവ് ആവുന്ന ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ ക്യാരക്ടർ അങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെ തോന്നി. കാരണം വാട്സൻ്റെ വൈഫ് എന്ന് പറയുമ്പോൾ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആർട്ട് ഓഫ് ഡിഡക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഷെർലക് ഹോംസ് ഒരാളെ കാണുന്നു, അപ്പോൾ അതിനുശേഷം ഈ ബൂട്ട്സിലുള്ള ചളി ലണ്ടൻ്റെ ഇന്ന ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് അയാൾ അവിടെ നിന്നായിരിക്കും വരുന്നതെന്ന് പറയുന്നത് പതുക്കെ പതുക്കെ നമുക്ക് വായിച്ചു പോകാം. ഇതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെർലക് ഹോംസ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടൊരു 50 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിനകത്തൊക്കെ ഡിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് കട്ട്സും അതുപോലെ വിഷ്വൽ ഗ്ലിംസസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. ഓക്കെ, ഹോംസ് എങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്ത്, നമുക്ക് പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് 2-3 തവണ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഷോട്ടിൽ കണ്ട ഇതിലെ പല എപ്പിസോഡ്സും എങ്ങനെയാണ് ഈ ക്രൈം സോൾവ് ആയി നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്ര അധികം ഇതിൻ്റെ എഡിറ്റിംഗ് ആരാ ചെയ്തത് ഞാൻ നോക്കിയില്ല. ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്ത ആളെ തൊഴണം. കാരണം അത്ര അധികം ഫ്രെയിംസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ്, ഫാസ്റ്റ് കട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആസ്വാദനത്തിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സ്ലോ ആയി കഴിഞ്ഞാൽ അതിന് വലിയ രസം ഉണ്ടാവില്ല. പക്ഷേ അതിൽ പ്രശ്നം എന്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണും. നമ്മൾ ആദ്യം ഞാൻ തന്നെ പല സീനുകളും പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് 2-3 തവണ സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ് ഓ ഇങ്ങനെയാണല്ലേ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഷെർലക് ഇൻ BBC. താങ്ക് യു.